പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ എല്ലാ രേഖകളിലും അതൊരു സർക്കാർ മെഡിക്കൽ കോളേജാണ് എന്ന് അവകാശപ്പെടുന്ന മെഡിക്കൽ കോളേജാണ്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലാണ് ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. പട്ടികജാതി വികസന വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ കേരള ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ള രേഖകളിലെല്ലാം തന്നെ ഇതൊരു സർക്കാർ സ്ഥാപനമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും വൈരുദ്ധ്യാത്മകമായിട്ടുള്ള വസ്തുത എന്നുള്ളത്, സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ എല്ലാ രേഖകളിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ആണ് എന്ന് അവകാശപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജിൽ, ഒരു സർക്കാർ സ്ഥാപനത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെയായി ഒരു നിയമനം പോലും PSC വഴി നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു നിയമനം പോലും PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവിടുത്തെ നിയമനങ്ങൾ നടത്തുന്നത് മെഡിക്കൽ കോളേജ് നേരിട്ട് നടത്തുന്ന കൂടിക്കാഴ്ചയിലൂടെയും പരീക്ഷയിലൂടെയും ഒക്കെയാണ്. ഇതിൽ കേരളത്തിലെ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ യുവജന സമൂഹത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളത്. 2014 ഈ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന സമയത്ത് പറഞ്ഞത് ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകാൻ വേണ്ടിയാണ് PSC വഴി നിയമനങ്ങൾ നടത്താതിരുന്നത് എന്നാണ് അന്നത്തെ MLA ഷാഫി പറമ്പിൽ അവകാശപ്പെട്ടത്. അതേസമയം നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്ന സമയത്ത് അന്നത്തെ MLA ആയിരുന്ന ശ്രീ AK ബാലൻ, പിന്നീട് പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായ ശ്രീ AK ബാലൻ അന്ന് പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കും. ഈ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ നിയമനങ്ങൾ റദ്ദ് ചെയ്യും, നിയമനങ്ങൾ PSC വഴിയാക്കുമെന്നുള്ളതാണ്. കേരളത്തിലെ എന്നുള്ളതല്ല, പട്ടികജാതി വിഭാഗത്തിലെ ആളുകളെയും അതേപോലെ തന്നെ യുവ സമൂഹത്തെയും വഞ്ചിക്കുന്ന നിലപാടാണ് രണ്ട് സർക്കാരുകളും പിന്തുടർന്നു വന്നുള്ളത് എന്നുള്ളതാണ് ഈ സമയത്ത് കൂടുതൽ വ്യക്തമാകുന്നത്. പാലക്കാട്ടുകാർക്ക് ഇന്നും ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് അവകാശപ്പെടാമെങ്കിലും ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് തൃശ്ശൂരിനെയോ കോയമ്പത്തൂരിനെയോ ആശ്രയിക്കേണ്ട ഗതികേട് തുടരുകയാണ്. പാലക്കാടിനെ സംബന്ധിച്ചൊരു സർക്കാർ മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ സർക്കാർ മെഡിക്കൽ കോളേജ് പാലക്കാട്ടുകാർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത.